കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു ക്രിസ്മസിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പവും ബീഫ് സ്റ്റൂവുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പഴയ ഒരുപാട് വീഡിയോകൾ ചാനലിലുണ്ട്, അതും കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെള്ളയപ്പത്തിൻ്റെ മാവ് തലേദിവസം രാത്രി തന്നെ മിക്സ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിനായിട്ട് ആദ്യം കപ്പി കാച്ചേണ്ടതായിട്ടുണ്ട്. ഒരു പാൻ എടുത്ത് അതിലേക്ക് അരക്കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്കൊരു 2 കപ്പോളം വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സായി കഴിയുമ്പോൾ സ്റ്റൗ ഓണാക്കാം. ആവശ്യമെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർക്കാം. ഇനി അത് ചെറു തീയിൽ തന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ കപ്പി കാച്ചി റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കുവാനായിട്ട് വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് അതിലേക്ക് ഒരു 5 മുതൽ 8 കഷ്ണം വരെ ചെറിയുള്ളി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പീസ് വെളുത്തുള്ളി കൂടി ചേർക്കാം. ഇനി ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർക്കാം. ഇനി ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തത് ഇതിലേക്ക് ചേർത്ത് ഇത് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇനി മിക്സിയുടെ വലിയ ജാർ എടുക്കാം, അതായത് നമ്മൾ അരിയൊക്കെ ആട്ടുന്ന ജാർ. അതിലേക്ക് ഒരു 1/2 കിലോ അരിപ്പൊടി എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ ഒരു ചെറിയ കട്ടോരിയിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും എടുത്ത് അതിലേക്ക് ഒരു ചെറു ചൂടുവെള്ളം കൂടി ഒഴിച്ച് അതൊന്ന് ഈസ്റ്റ് പൊങ്ങുവാനായിട്ട് വെക്കാം. അതിനുശേഷം ആ ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കപ്പി കാച്ചി വെച്ചിരിക്കുന്ന ആ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഏകദേശം 800 ml വെള്ളം നമുക്കിതിന് വേണ്ടി വരും. എന്നാൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സിയിൽ ഒരു 2 മിനിറ്റോളം നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് അല്പം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. മാവ് പുളിച്ച് പൊങ്ങി പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് വലിപ്പമുള്ള പാത്രം എടുക്കണം എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് അടച്ചു വെക്കാം. രാവിലെ പാത്രം തുറന്നപ്പോൾ ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയതിനു ശേഷം അത് താന്നു നിൽക്കുകയാണ്. നല്ല സെറ്റായിട്ടുണ്ട് മാവ്. ഈ സമയം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റിവെക്കാം. ഇനി ബീഫ് സ്റ്റൂ നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 1/2 കിലോ ബീഫ് കുക്കറിൽ ബോയിൽ ചെയ്ത് എടുത്തതാണ്. ഇനി ഇതിന് വേണ്ട മറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം. പച്ചമുളക് ഒരു 3 എണ്ണം, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 1.5 ടീസ്പൂൺ കണക്ക്, അതുപോലെ വെളുത്തുള്ളിയും ഒരു 1.5 ടീസ്പൂൺ കണക്കിന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി കഷ്ണങ്ങളാക്കിയ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒരു 1/4 കപ്പ് വീതം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ സവോള അരിഞ്ഞെടുത്തു. 2 കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി വോൾ ഗരം മസാലകൾ ആവശ്യമാണ്. കറുകപ്പെട്ട ഒരു 2 പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തക്കോലം ഒരെണ്ണം, ഒരു 3 പീസ് ഗ്രാമ്പു, 3 പീസ് ഏലക്ക, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇനി ബീഫ് സ്റ്റൂ തയ്യാറാക്കുവാനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കണക്കിനുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരുന്ന വോൾ ഗരം മസാലയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു. കൂട്ടത്തിൽ ഒരു 4-5 കാഷ്യൂ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് റോസ്റ്റ് ആകുമ്പോഴത്തേക്കിന് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു മീഡിയം ലെവലിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം.
ഒരുപാട് അങ്ങ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഇനി ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് അതും കൂടി ഒരുമിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ബീഫ് സ്റ്റൂവിന് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വൈറ്റ് കളറിലുള്ള സ്റ്റൂ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൽ മറ്റു മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ടതായിട്ടില്ല. ബ്രൗൺ സ്റ്റൂ ആണെങ്കിൽ ഈ സമയത്ത് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് ഇതിൽ വഴറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ ബീഫ് സ്റ്റൂവിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ 1, 2, 3 പാല് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലെ 3-ാം പാല് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു വലിയ തേങ്ങ മുഴുവനെ ചിരകിയെടുത്ത് അതിൻ്റെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ 3-ാം പാലിൽ കടന്ന് ഈ വെജിറ്റബിൾസ് നന്നായിട്ട് ബോയിലായി എടുക്കണം. അതിനായിട്ട് നമുക്കിത് അടച്ചു വെച്ച് ബോയിൽ ചെയ്യാം. ഒരു 5 മിനിറ്റോളം നന്നായി തിളച്ചതിന് ശേഷം ഓപ്പൺ ചെയ്തു. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഒരു 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ബീഫാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബീഫും വെജിറ്റബിൾസും നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റോളം നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് തുറക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി എരിവ് ആവശ്യമാണെങ്കിൽ ഒരല്പം കുരുമുളക് പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നെ സംബന്ധിച്ച് ഈ ബീഫ് സ്റ്റൂവിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏകദേശം 1999-2000 കാലഘട്ടത്തിൽ കൊച്ചി താജ് മലബാർ ഹോട്ടലിൽ ഞാൻ പ്രൊഡക്ഷൻ ട്രെയിനി ആയിരിക്കുന്ന കാലത്ത് അവിടെ ബാങ്കറ്റ് കിച്ചണിൽ കോമി ഫസ്റ്റ് ആയിരുന്ന, അതായത് ബാങ്കറ്റ് കിച്ചണിലെ മെയിൻ കുക്കായിരുന്ന പോളേട്ടൻ, തൃശ്ശൂർ മാള സ്വദേശിയാണ്. അന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഈ ബീഫ് സ്റ്റൂ. ഇപ്പോൾ ഇത് നന്നായിട്ടെല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1-ാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ തീ ഓഫ് ചെയ്യുകയും ചെയ്യണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ബീഫ് സ്റ്റൂ ഒരുപാട് ലൂസായി പോവുകയാണെങ്കിൽ ഒരല്പം കോൺഫ്ലവർ, 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒരല്പം വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായി കുറുകി കിട്ടും. 1-ാം പാല് ചേർക്കുമ്പോൾ ആ പാലിൽ തന്നെ ഒരല്പം കോൺഫ്ലവർ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. ഇനി ടേസ്റ്റിനായി ഒരു 1.5 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ബീഫ് സ്റ്റൂ റെഡിയായി കഴിഞ്ഞു. ഇനി അപ്പം നമുക്ക് തയ്യാറാക്കാം. അതിനായി ഫ്രൈ പാനിലേക്ക് 1 സ്പൂൺ മാവെടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരുപാട് പരത്തണോ വേണ്ടയോ എന്നുള്ളത് ഓപ്ഷനാണ്. ഞാൻ തയ്യാറാക്കിയ മാവ് ആവശ്യത്തിനുള്ള ലൂസാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. പരത്തേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിട്ടില്ല. നമ്മൾ മാവ് എടുക്കുമ്പോൾ അത് ഒരുപാട് മിക്സ് ചെയ്യാതെ മാക്സിമം മുകളിൽ നിന്ന് തന്നെ എടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ബീഫ് സ്റ്റൂവും വെള്ളയപ്പവും ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും നല്ല ടേസ്റ്റുള്ള സ്റ്റൂവുമാണ് ഇത്. വളരെ എളുപ്പം തന്നെ നമുക്കിത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.